കേട്ടിട്ടില്ലേ തുടി കൊട്ടും കല. ഗുൽസൂന് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ എണ്ണയാണ് യൂസ് ചെയ്യണത്. അച്ഛ പിച്ചിയോ? അച്ഛ പിച്ചി എന്റെ കുട്ടീനെ. നമ്മുടെ തലയൊക്കെ ഓൾമോസ്റ്റ് ഉറച്ചിട്ടുണ്ട്. 80% ഉറച്ചു കഴിഞ്ഞു. പെർസെന്റേജ് കാണിക്കുന്നുണ്ടോ അവിടെ കഴുത്തില്? ഇത്ര വൃത്തിയായിട്ട് പറയുന്നു. നടന്നു വരുമ്പോ രണ്ട് തോടയും വരഞ്ഞു. ചാച്ചി കൊച്ചണ്ടേ ഹലോ എവ്രിബഡി, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. വെരി ഗുഡ് മോർണിംഗ്. ഞാൻ പക്ഷേ എണീറ്റ് എന്നെ കണ്ടു കഴിഞ്ഞപ്പോൾ എണീറ്റിട്ടേ ഉള്ളൂ എന്ന് തോന്നുമെങ്കിലും ഞാൻ എണീറ്റ് ബ്രഷൊക്കെ ചെയ്ത് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ഇരിക്കുകയാണ്. ഇന്നലെ ഗുൽസനെ ഉറക്കിയിട്ടേ ഇല്ല. അപ്പം അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് കാണും. ഞാനിപ്പോൾ ആക്ച്വലി ഗുൽസുവിനെ ഉറക്കിയതിന് ശേഷമാണ് ഈ ഇൻട്രോ എടുക്കുന്നത്. പക്ഷേ ഗുൽസു എണീറ്റ്. വെൽക്കം ടു മൈ ജേർണി ഓഫ് മദർഹുഡ്. എന്തിനാ കരയണ ഗുൽസു? ഇപ്പൊ ഉറക്കി കിടത്തിയല്ലേ ഉള്ളൂ. കേട്ടിട്ടില്ലേ തുടി കൊട്ടും കലങ്ങോട്ടു ചിലമ്പിൻ കലമ്പലുകൾ. അയ്യയ്യ വരവം വിളിപ്പൂങ്കല ചക്കരക്കിളി ചക്കിയമ്പിളി നിന്റെ ചുണ്ടിലും പുഞ്ചിരിപ്പാറ്. മിഷൻ സക്സസ്ഫുൾ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഗുൽസു ഇന്നലെ എന്നെ തീരെ ഉറക്കിയിട്ടില്ലായിരുന്നു. അത് ഗുൽസുവിനെ കുറ്റം പറയാൻ പറ്റില്ല. ഗുൽസുവിൻ്റെ ഇന്നലത്തെ സ്ലീപ്പ് സൈക്കിളൊക്കെ ആകെ മൊത്തം തെറ്റിപ്പോയി. നമുക്ക് തന്നെ അങ്ങനെയല്ല, നമ്മുടെ സ്ലീപ്പ് സൈക്കിളൊക്കെ തെറ്റിപ്പോയി കഴിഞ്ഞാൽ അത് സീനില്ല. ഇന്നത്തെ ഈ ഡേ ഇൻ മൈ ലൈഫിൽ ഞാൻ എന്ത് കാണിക്കുന്നൊന്നും അറിയില്ല. പക്ഷെ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തു ഡേ ഇൻ മൈ ലൈഫ് വിത്ത് ഗുൽസു ചെയ്യുമോ എന്നുള്ളത്. അങ്ങനെ ഞാൻ ചെയ്യാൻ വിചാരിച്ചിട്ട് ചെയ്യുകയാണ്. കാഴ്ചകളെല്ലാം പകർത്തിയെടുക്കും. ഇത് വിചിത്രമായ ഒരു സംഗതിയാണ്. കണ്ടെയ്നർ വീടുകൾ എത്ര ചുടും തണുപ്പിൽ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എങ്ങനെ ഉണ്ടായിരുന്നു ഉറക്കം? സുഖം ഉറക്കായിരുന്നു. അതല്ലേ, ഒന്നും അറിഞ്ഞില്ലല്ലോ. ഇല്ല ഇല്ല. ഇപ്പൊ സാധാരണ ഒരു ദിവസത്തെ റുട്ടീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് രാവിലെ ഗുൽസു ഒരു 7:30 ഒക്കെ ആകുമ്പോഴേക്കും എണീക്കും. അതായത് കംപ്ലീറ്റ്ലി എണീക്കും. പിന്നെ നമ്മൾ ഫീഡ് ചെയ്ത് കിടത്താൻ ശ്രമിച്ചാലും കുറച്ച് പാടാണ്. അപ്പോൾ ആളെ എണീറ്റിട്ട് ഞാനിപ്പോൾ ഒരു കുറച്ച് നേരം അമ്മടയിൽ കൊടുക്കും. എന്നിട്ട് ഞാൻ എനിക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ, ബ്രഷിങ് പരിപാടികളൊക്കെ ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഞാൻ വേഗം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. എന്നിട്ട് വീണ്ടും ഞാൻ ഫീഡ് ചെയ്യും. എന്നിട്ട് ആൾക്കൊരു ഉറക്കമുണ്ട്. ഒരു 9 മണി ടു 10:30 വരെയൊക്കെ ചിലപ്പോൾ കടന്നുറങ്ങും. അതിനുശേഷം ഗുൽസുവിനെ കുളിപ്പിക്കും. അപ്പം രാവിലെ ഞാൻ തന്നെ കേട്ടോ കുളിപ്പിക്കണത്. കുളിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ടേ ഞാൻ തന്നെ കുളിപ്പിക്കുന്നത്. അപ്പോൾ എന്താ പറയുക, ഫസ്റ്റ് ഒന്ന് എണ്ണ തേച്ചിട്ട് അങ്ങനെ ഭയങ്കര പിടിച്ചു വലിക്കൽ മസാജൊന്നുമില്ല, ചെറുതായിട്ടൊരു മൈൽഡ് മസാജൊക്കെ കൊടുത്ത് കുളിപ്പിക്കും. അതിനുശേഷം ആള് കുറച്ച് നേരം ആക്റ്റീവായിട്ടിരിക്കും. എന്നിട്ട് ഫീഡിങ് ഒക്കെ കഴിഞ്ഞ് വീണ്ടും ഒന്നും കൂടി ഒരു ഉറക്കം ഉണ്ടാവും. പക്ഷെ ആ ഉറക്കം ഒട്ടും എന്താ പറയാ, വിശ്വസിക്കാൻ പറ്റാത്ത ഉറക്കം. ഇപ്പൊ കിടന്നുറങ്ങുന്ന പോലെ ഉറങ്ങില്ല ആളെ കയ്യിലെടുത്ത് നടക്കണം. ആ കുളി കഴിഞ്ഞിട്ടുള്ള ഉറക്കം കഴിഞ്ഞ പിന്നെ ആള് കിടത്തി അപ്പം എണീക്കും ഗുൽസു. അതൊരു പ്രശ്നമുണ്ട്. അപ്പൊ നമ്മളിങ്ങനെ എടുത്തുകൊണ്ട് നടക്കണം. അപ്പൊ അമ്മ എടുത്ത് നടക്കും, ഞാൻ എടുത്ത് നടക്കും, ദേശമായിട്ട് എടുത്ത് നടക്കും. അങ്ങനെ എല്ലാവരും മാറി മാറി എടുത്ത് നടക്കും. പിന്നെ അമ്മ ഉള്ളത് ഭയങ്കര ഒരു അതുകൊണ്ട് എനിക്ക് കുക്കിംഗ്, ഇപ്പോൾ ചിലർക്ക് ഹസ്ബൻഡും വൈഫും കുട്ടിയും മാത്രം താമസിക്കുന്ന ആൾക്കാരില്ലേ, അപ്പോൾ അവർക്ക് ഭക്ഷണം ഉണ്ടാക്കണം, എന്താ പറയുക, കുട്ടിയുടെ കാര്യം നോക്കണം, വീട്ടിലെ കാര്യം നോക്കണം. എനിക്ക് ആ ഒരു അതും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ ആകെ കിളി പോയിരുന്നു. അതൊക്കെ കൂടെ പറ്റുന്നതുപോലെ എനിക്കറിയില്ല. പക്ഷെ അത് ഇപ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അങ്ങനെ അമ്മമാരൊക്കെ ഉള്ളപ്പോൾ ഭയങ്കര ഒരു ആശ്വാസമാണ്. ഇപ്പോൾ അങ്ങനെ
അത് കഴിഞ്ഞിട്ട് പിന്നെന്താ, അയ്യോ ഇതിന്റെ ഇടയിൽ ഗുൽസിന്റെ കുളി കഴിഞ്ഞ ആ ഒരു ഉറക്കം അമ്മേനെ ഏൽപ്പിച്ച് ഞങ്ങള് ജിമ്മിൽ പോവാറുണ്ട്. ഇപ്പൊ ഒരു 3-4 ദിവസമായിട്ട് ഉണ്ടല്ലേ, താഴെ തന്നെ. അവിടെ നമുക്കൊരു പ്രൈവസി ഉണ്ടല്ലോ, വേറെ ആൾക്കാരൊന്നും ഉണ്ടാവില്ല നമ്മൾ പോണ സമയത്ത്. അപ്പൊ ഞാൻ വെറുതെ ഒരു 25 മിനിറ്റ് ഒക്കെ ട്രെഡ്മില്ല് നടക്കും, എന്നിട്ട് കുറച്ച് വാമപ്പ് എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നടക്കും. അങ്ങനെ സ്ട്രെച്ചിങ് ഒക്കെ ചെയ്യും, അത്രേ ഉള്ളൂ. തേസായിട്ടും കാര്യമായിട്ട് ഒരു 1 മണിക്കൂറൊക്കെ വർക്കൗട്ട് ചെയ്യും. അതിനുശേഷം ഞങ്ങൾ ലഞ്ച് കഴിക്കും. പിന്നെ കുളിച്ചുള്ള കാര്യങ്ങൾ, പിന്നെ അങ്ങനെ ഫീഡിങ്, ഉറക്കം, അങ്ങനെ പോകും. അത് കഴിഞ്ഞ് ഞങ്ങൾ വൈകുന്നേരം ഞങ്ങൾ എവിടെയെങ്കിലും പുറത്തിറങ്ങും ഒരു 3:30-ക്ക് ശേഷം. ആ നിർബന്ധ നിറയെ ഗുൽസു കാറിൽ ഗുൽസു ഇരിക്കും, അമ്മയും ഗുൽസു ഇരിക്കും. എന്നിട്ട് ഞാൻ എന്തെങ്കിലും സാധനം മേടിക്കുകയാണെങ്കിൽ പോയിട്ട് വരും. ഇല്ലെങ്കിൽ തിരക്കില്ലാത്ത സ്ഥലമാണെങ്കിൽ ഗുൽസുവിനെ ഫുൾ റാപ്പ് ചെയ്തിട്ട് കൊണ്ടുപോകും. അങ്ങനെയാണ് പതിവ്. ഇത് വരും. പിന്നെ വൈകുന്നേരം മേല് കഴുകിപ്പിക്കും. അത് അച്ഛൻ എന്നെ ചെയ്യിപ്പിച്ചിരുന്നു. അച്ഛൻ എന്നെ മേല് കഴുകിപ്പിച്ചിരുന്നു എവിടെ പോയി വന്നാലും രാത്രി. അപ്പൊ അത് മേല് കഴുകിപ്പിച്ചിട്ട് വീണ്ടും ഉത്സവം ഉറങ്ങും. പിന്നെ ഉത്സവം ഇങ്ങനെ ഇടയ്ക്കാണെങ്കിൽ പാല് കുടിക്കും, അങ്ങനെ ഒരു ദിവസം പോകും. ഇതാണ് റൂട്ടീൻ. കുറച്ചധികം ദീർഘിപ്പിച്ചിട്ടില്ല. അലാം വന്നു, ഞാനൊന്ന് കിടക്കാന്ന് വിചാരിച്ചതാ ഒരു 1/2 മണിക്കൂർ കിടന്നു. തീർച്ചയായിട്ടും ഒരു ഡെയിലി റുട്ടീൻ എന്താണ്? ഒരു ഡെയിലി റുട്ടീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എണീക്കുക, ഭക്ഷണം കഴിക്കുക, ഇപ്പൊ ജിമ്മിൽ പോവാ. വണ്ണം കുറയ്ക്കാൻ വേണ്ടിയാണ്. കാരണം ഇത്രയും നാളിരുന്ന് വെറുതെ അല്ലേ കുറെ വണ്ണം സമ്പാദിച്ചു. അത് കുറയ്ക്കണം. അല്ലെങ്കിൽ ഷിപ്പിൽ പോകുമ്പം നമുക്ക് ആ റുട്ടീനുമായിട്ടൊക്കെ പൊരുത്തപ്പെടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നമ്മുടെ BMI പ്രശ്നമായിരിക്കും. അപ്പൊ അതിനു മുമ്പ് യുദ്ധകാല അടിസ്ഥാനത്തിൽ ഞാൻ ഇതിനു മുമ്പ് അങ്ങനെ ചെയ്തിട്ടുള്ള, ഞാൻ കല്യാണത്തിന്റെ സമയത്തും ഇതേപോലെ യുദ്ധകാല അടിസ്ഥാനത്തിലാണ് വണ്ണം കുറച്ചത്. അതുകൊണ്ട് നായകന്റെ സമയത്ത് ലാൽജു സാർ പറഞ്ഞിട്ടില്ലേ, നടന്ന് വരുമ്പോ 2 തോടയും ഒരഞ്ഞതൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ആ ഒരു സമയത്ത് ആ സമയം ഇതേപോലെ അല്ലെ നല്ല വണ്ണം ഇല്ലായിരുന്നു. പിന്നെ ഇതേപോലെ വണ്ണം കുറച്ചു. എന്തൊക്കെ ഒരു പോസിറ്റീവ് ചേഞ്ചസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ അത് എനിക്ക് മാത്രമാണോ എല്ലാവർക്കും ഉണ്ടോന്നൊന്നും എനിക്കറിയില്ല. കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോ പ്രഗ്നന്റ് ആയതും അത് കഴിഞ്ഞിട്ട് ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ കിടക്കുന്ന സമയത്ത് നമുക്ക് ഭയങ്കര സന്തോഷം തോന്നും. കിടക്കുന്ന സമയത്ത് അല്ല, നിങ്ങളെ രണ്ടുപേരെ കാണുമ്പോ ഭയങ്കര സന്തോഷം തോന്നും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലൈഫ് ഇങ്ങനെ ഫില്ലായ പോലൊരു തോന്നല്. കംപ്ലീറ്റ് അമ്മക്ക് എന്താ പറയാ, അമ്മക്ക് ലൈഫ് ക്രിഞ്ചല്ല കംപ്ലീറ്റ് ആയ പോലെ ഫീൽ ഉണ്ടോ അമ്മ? കംപ്ലീറ്റ് ആണല്ലോ. മറ്റത് മാളുവിന്റെ കാര്യങ്ങളായിരുന്നു. ഇതിപ്പോ നല്ല ദിവ്യോട് അമ്മ പറയാൻ വന്നത്, ഇപ്പൊ മറ്റേത് എന്റെ കാര്യം നോക്കായിരുന്നു, ഇപ്പൊ ഗുൽസൂന്റെ എന്റെ കാര്യം കൂടി നോക്കണമെന്നല്ലേ. കാരണം ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ല നേരെ. ഇപ്പൊ ഇതാ സുഖമായി ഉറങ്ങണു. എനിക്കാണെങ്കി ഇപ്പൊ ഉറക്കവും വരില്ല. അതാണ് കോമഡി. നമ്മുടെ ലൈഫിലെ ചേഞ്ചസ് എന്തൊക്കെയാ? ഇടയ്ക്കിടയ്ക്ക് പട്ടാമ്പിക്ക് ഓടിയിരുന്നത് നടക്കണില്ല. അതാണ് നമ്മുടെ സങ്കടം. വേറെ അമ്മയുടെ ഉള്ളിലുള്ള സന്തോഷ് ജോർജ് കുളങ്ങരെ ഞങ്ങൾ അടിച്ചമർത്തിയിരിക്കുന്നു അല്ലേ? ഹലോ പുസ്തു, ഹലോ ഹലോ ഹലോ. എന്താണ് ഇന്നത്തെ ഉറക്കം കഴിഞ്ഞു? ഇനി നമുക്ക് കരയാ. അമ്മ ഷൂട്ടിന് ചാച്ചി കൊച്ചുണ്ടേ. അമ്മ ഷൂട്ട് ചാച്ചി കൊച്ചുണ്ടേ. നമ്മുടെ തലയൊക്കെ ഓൾമോസ്റ്റ് ഉറച്ചിട്ടുണ്ട്. ഇനിയൊരു 20% കൂടി ഉറക്കേ ഉള്ളൂ. ഒരു 80% ഉറച്ചു കഴിഞ്ഞു.
ഇല്ലടാ. പെർസെന്റേജ് കാണിക്കുന്നുണ്ടോ അവിടെ ഏതാ കഴുത്തില്? കഴുത്തില് പെർസെന്റേജ് കാണിക്കും. ഇത്ര കൃത്യമായിട്ട് പറയുന്നു. അതായത് ഇപ്പൊ കണ്ടോ, ആൾക്ക് നമ്മുടെ സപ്പോർട്ട് ഇല്ലാണ്ട് ഹെഡ് ലിഫ്റ്റ് ചെയ്യാനൊക്കെ പറ്റും, പക്ഷെ ഒരു ആട്ടം ഉണ്ട്. നമ്മളിപ്പോഴൊന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം. ഡിസ്റ്റർബ് ആവുന്നതാണെങ്കിൽ അപ്പൊ ഇനി ഞങ്ങളുടെ ടൈമാണ്. ഞങ്ങള് ചാച്ചി കുച്ചാ പോവാണ്, ചാച്ചി കുച്ചാ പോവാണ്, ചാച്ചി കുച്ചാ പോവാണ്, ചാച്ചി കുച്ചാ പോവാണ്. ഇഷ്ടപ്പെടുന്നില്ല പിന്നെ. താവും. ഓക്കെ, ഞങ്ങളൊന്ന് ഫീഡ് ചെയ്തിട്ട് അല്ല, എന്നിട്ട് ഞങ്ങള് ചാച്ചി കുച്ചു. ഓക്കെ, ബൈ ബൈ. ഗുൽജു അങ്ങോട്ട് സംസാരിച്ചാണോ? എന്തൊക്കെ വിശേഷം? സുഖാണോ? അച്ഛ പിച്ചിയോ? അച്ഛ പിച്ചി എന്റെ കുട്ടീനെ. അയ്യോ, പിച്ചി നമ്മുടെ കണ്ണനെ. അമ്മടെ ഉണ്ണീനെ അച്ഛ പിച്ചി. അമ്മടെ ഉണ്ണീനെ അച്ഛ പിച്ചിയോ? അയ്യോ, ഓ അച്ഛ അടിക്കാം. അമ്മ അച്ഛ ഇങ്ങനെ അടിച്ച അച്ഛന് Gulso's bathing properties. ഇത്രയും സാധനം വേണം ഗുൽസിന് കുളിക്കാൻ. അതും ഹോളിൽ ഇരുന്ന് ഗുൽസ് കുളിക്കും. ലൈറ്റ് ഒക്കെ കണ്ട് ഞങ്ങൾ അതിന്റെ ക്രിസ്മസ് ട്രീ ഇപ്പോഴും അയച്ചിട്ടില്ല. ക്രിസ്മസ് കഴിഞ്ഞ് അടുത്ത വിഷു വരാറായി, പക്ഷെ ഞങ്ങൾ ക്രിസ്മസ് ട്രീ അയച്ചിട്ടില്ല. അപ്പൊ നമ്മളിപ്പോ ഗുൽസൂന് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ എണ്ണയാണ് യൂസ് ചെയ്യണത്. ആദ്യം ഞാൻ തേങ്ങാപ്പാൽ യൂസ് ചെയ്തിരുന്നു. അപ്പൊ തേങ്ങാപ്പാൽ യൂസ് ചെയ്തിരുന്ന സമയത്ത് ഡോക്ടർ പറഞ്ഞു പിന്നെ വേണ്ട, ചിലപ്പോ റാഷസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. എന്നെ ചവിട്ട് റാഷസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് എന്നുള്ളത്. അതുകൊണ്ട് നമ്മൾ വീട്ടിൽ തന്നെ നമ്മുടെ തേങ്ങാപ്പാല് പിഴിഞ്ഞെടുത്ത് ആ പാല് കൊണ്ട് തന്നെ നമ്മളിങ്ങനെ ഇളക്കി ഉണ്ടാക്കുന്ന എണ്ണ ഉണ്ടല്ലോ, അതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അത് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോവാണ്. ഓക്കെ, ഇപ്പോഴാ കറക്റ്റ് ഗുൽസു. ഞങ്ങള് ഡ്രസ് ആൻഡ് മേക്കപ്പ് സെഷൻ. ഓക്കെ, അയ്യോ മുണ്ട് പൊക്കല്ലേ. നമ്മുടെ കണ്ണൻ ചുണ്ടിരി കുത്തിയാവണ്ടേ വേണ്ടേ? അതിന് വേണ്ടിയിട്ടാണ് കീം പറ്റിയത്. ഇഷ്ടപ്പെട്ടില്ല കീം പറ്റിയിടും മുടി ചീരിയിട്ടൊന്നും ഇഷ്ടപ്പെട്ടില്ല. മമ്മി ചോട്ടാണ് ഇഷ്ടപ്പെടാത്തോണ്ട്. ഞാൻ ജിമ്മിൽ പോയിട്ട് വരാം. ഓക്കെ, ബൈ ബൈ. എന്നോട് കുറെ പേര് ചോദിച്ചു എങ്ങനെയാണ് പ്രഗ്നൻസിക്ക് മുന്നുള്ള വെയിറ്റിലേക്ക് ഇത്ര പെട്ടെന്ന് വന്നതെന്ന്. ഞാന് ക്യാരിങ് ആവുന്നതിന് മുന്നേ 58.something ആയിരുന്നു. ഡെലിവറിക്ക് തൊട്ട് മുന്നേ I was 69 സംതിങ്. ഇപ്പൊ ഞാൻ വീണ്ടും 58-59 റേഞ്ചിലേക്ക് വന്നിരിക്കുകയാണ്. ഇപ്പൊ അല്ല, വളരെ ഒരു മാസം ഒക്കെ കഴിഞ്ഞപ്പോ തന്നെ ആയിരുന്നു. എങ്ങനെയെന്ന് എനിക്കറിയില്ല കേട്ടോ. ആ സമയത്ത് ഞാൻ വർക്ക്ഔട്ട് ഒന്നും ചെയ്തിരുന്നില്ല, പക്ഷെ ഞാൻ വളരെ ആക്റ്റീവായിരുന്നു. ഞാനിങ്ങനെ ഫുൾ ടൈം കിടപ്പൊന്നും ആയിരുന്നില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കൊച്ചുവിന്റെ പിന്നാലെ ഓടിയിട്ടാണോ പിന്നാലെ എടുത്തിട്ട് ഓടിയിട്ടാണോ എന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും പെട്ടെന്ന് പറഞ്ഞു. ഇപ്പൊ ഞാൻ അതിഭീകര വർക്ക്ഔട്ടും അല്ല ചെയ്യണത്. 2 months കഴിഞ്ഞപ്പോൾ ഞാൻ പതുക്കെ സ്ട്രെച്ചിങ് എക്സസൈസസും ചെറുതായിട്ട് നടക്കാനും ട്രെഡ്മില്ല് നടക്കാനും സൈക്കിൾ ചെയ്യാനൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം എൻ്റെ ഡോക്ടർ മയനം പറഞ്ഞിരുന്നു സൈക്ലിംഗ് ഒക്കെ നീയൊക്കെ കുറച്ചും കൂടി സ്ട്രെങ്തൻ ചെയ്തിട്ട് ഡാൻസിലേക്ക് കടന്നാൽ മതി. ഗ്രാജുവലി നമുക്ക് ആ സ്റ്റാമിനയൊക്കെ കിട്ടണമെങ്കിൽ ഒന്ന് ചെറുതായിട്ട് എക്സസൈസ് ഒക്കെ ചെയ്തു തുടങ്ങുന്നത്. ശരിക്കും സൈക്കിൾ ചവിട്ടണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അല്ലാതെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പട്ടികളെ പേടിച്ചിട്ടാണ്. പിന്നാലെ എല്ലാവരും ഓടി വന്നു കഴിഞ്ഞാൽ പിന്നെ തലകുത്തി മാറുന്നുണ്ട്. സൈക്കിളിൽ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ഫീൽ കിട്ടും. തേച്ചേട്ടൻ പക്ഷെ കട്ട വർക്കൗട്ടാണ്. ഭയങ്കര പുഷപ്പും ഭയങ്കര കാർഡിയോ അല്ലേ. നമുക്കിന്ന് നമ്മുടെ മൂവ്സ് മിന്നൽ മുരളിയുടെ ടീഷർട്ടൊക്കെ ഇട്ട് വന്നിട്ടുണ്ട്.
ഒരു സർപ്രൈസ് പാക്കേജ് ഉണ്ടല്ലോ. അതൊക്കെ ഉണ്ട്. ഞാൻ പേടിയായിരുന്നു നീ വല്ല അടുത്തുണ്ടെങ്കിൽ. അല്ല, എനിക്ക് നല്ല ഡൗട്ട് ഉണ്ട്. ഫ്ലൈറ്റ് ക്യാൻസൽ 9-ാം തീയതി. ഞാൻ പറഞ്ഞത് നീ പോയി എന്തോ അറിയില്ലല്ലോ. അത് കൃത്യസമയത്ത് മാളുള്ള സമയത്ത് ഇപ്പൊ വിളിച്ചത്. എനിക്ക് അല്ല, അമ്മയ്ക്ക് സർപ്രൈസ് ആവോ നോക്കട്ടെ. തുറന്നു. അമ്മക്ക് റിയാക്ട് ചെയ്യാൻ പറ്റില്ല. പാട്ട് കോൺഷ്യസ് വെറുതെ എടുത്ത് എന്നെ നീ ഒളിച്ചിരുന്ന് എടുക്കുന്നതായിരിക്കും. എന്തടാ? അയ്യോ, ആടാ അലിച്ചാച്ച പിച്ചി ഉണ്ണീനെ. സൂപ്പറായിരുന്നു. ഇഷ്ടപ്പെട്ട 2 മണിക്കൂറായി എങ്ങനെയുണ്ട്? അലിയങ്ങളുടെ ക്രിസ്മസ് ഗിഫ്റ്റ്. ഇതാണ് നമുക്ക് ഉറക്കം വന്നാലുള്ള താരാട്ട് പാട്ട്. അപ്പൊ എങ്ങോട്ടൊന്നില്ലാണ്ട് ഞങ്ങൾ ഇറങ്ങിയപ്പോഴാണ് ഓർത്ത് തേസേട്ടന്റെ പിറന്നാൾ വരുന്നുണ്ട്. അപ്പൊ അമ്മ ഒരു ഷർട്ട് ഗിഫ്റ്റ് ചെയ്തിരുന്നു. അപ്പൊ അതിന് മാച്ചിങ് ആയിട്ടുള്ള മുണ്ട് എടുക്കാൻ. അയ്യോ, നമ്മള് ഷർട്ട് എടുത്തില്ല. കരിനീല. ശരിയാ. അപ്പൊ നമുക്ക് അപ്പൊ വിചാരിച്ചു എന്നാ മുണ്ടെടുക്കാം. നമുക്ക് എവിടെയെങ്കിലും ഒക്കെ ഒന്നൊരു ഔട്ടിങ്ങിന് പോകണമെന്നേ ഉള്ളൂ. അപ്പൊ മുണ്ടെടുക്കാന്ന് വിചാരിച്ചു. ഗുൽസുനെയും കൊണ്ട് കസവുകടയിൽ പോകുന്നത് പോസിബിൾ അല്ല. അവൾ ഉറങ്ങിയിട്ടില്ല. അലമ്പാൻ ചാൻസ് ഉണ്ട്. ഏകദേശം ഉറങ്ങിയെന്ന് തോന്നുന്നല്ലേ. ഇപ്പൊ ഗുൽസുന്റെ അമ്മ പോയി വാങ്ങിക്കാനായിട്ട്. എനിക്കൊരു മുണ്ട് വാങ്ങിക്കാൻ പോയതാ. നല്ല തിരക്കുണ്ടെന്ന്. പക്ഷെ നമ്മുടെ ഇവിടെ കുറച്ചുകൂടി ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ ഒന്നുകൂടി സെറ്റ് ആക്കണല്ലേ. കുറച്ചുകൂടി ഇങ്ങനെ നടക്കാനുള്ള സ്ഥലങ്ങളും പാർക്കും ഈവനിങ് ടൈം സ്പെൻഡ് ചെയ്യാൻ. അധികം ക്രൗഡഡ് ഇതെന്താ വെച്ചാൽ ആകെ 1-2 സ്ഥലമേ ഉള്ളൂ. അപ്പൊ എല്ലാരും അവിടെ പോകും. ആൾക്കാർക്ക് റിഫ്രഷ്മെന്റ് ആയിട്ടൊന്ന് സമാധാനമായിട്ട് ഇരിക്കാനുള്ള സ്ഥലങ്ങളൊന്നുമില്ല. നമുക്ക് അങ്ങനെ കുട്ടികളായിട്ട് ഒന്ന് ഹാപ്പി ആയി പോവാനും അധികം തിരക്കില്ലാതെ. റോഡിലിറങ്ങിയാലും നമ്മൾ ആരെങ്കിലും ഒക്കെ ഇടിച്ചു കൊല്ലാൻ വരുന്ന. സത്യം. അപ്പൊ ഞങ്ങള് തിരിച്ചെത്തി. ഇനിയിപ്പോ മേല് കഴുകി ഡിന്നർ കഴിച്ച് ഇപ്പൊ സമയം 7 മണി അല്ലേ ആയാ. അപ്പൊ ഇനി മേല് കഴുകി ഡിന്നർ കഴിച്ച് നമ്മുടെ ഇന്നത്തെ ഡേ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്. അല്ല, ഡേ അല്ല, വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്.
പിന്നെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുൽസൂനെ മേല് കഴുകിപ്പിക്കും. അതിനിപ്പോൾ ഞാൻ ഇനി ഭയങ്കര ലെങ്ത് ആവും വീഡിയോ. ഇനിയിപ്പോൾ 8 മണിയാവുമ്പോൾ ഗുൽസൂനെ മേല് കഴുകിപ്പിച്ച് ഒരു 8:30, 8:45, 9 ഒക്കെ ആകുമ്പോഴേക്കും ഗുൽസു ഉറങ്ങും. എന്നിട്ട് പിന്നെ ആളിടയ്ക്ക് ഒരു 11 മണിക്ക് എണീക്കും, പിന്നെ ഒരു 3 മണിക്ക് എണീക്കും, പിന്നെ വീണ്ടും ഡിപ്പെൻസ്. ഇന്നലെ ഇപ്പോൾ 2 മണിക്കൂർ കൂടുമ്പോൾ എണീക്കായിരുന്നു. ചില സമയത്ത് ഇപ്പോൾ 4-5 മണിക്കൂർ അടുപ്പിച്ച് ഉറങ്ങും. അപ്പോൾ ആ ഒരു ഗ്യാപ്പ് ഉറങ്ങാൻ കിട്ടും. അങ്ങനെയൊക്കെയാണ്. അതാ കോട്ടുവായിടണം. അപ്പം അങ്ങനെയൊക്കെയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ ഉടനെ തന്നെ വരുന്നതായിരിക്കും. സോ ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ. ബൈ ഗുൽസു. ബൈ ഗുൽസു.